പാർട്ടി സൂപ്പർ ആയിരുന്നു അല്ലേ? എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇനിയും വരണോട്ടോ. എന്തായാലും വന്നിരിക്കും. ബൈ ബൈ. അപ്പോൾ റൈഡിന് പോയിട്ട് വാ. ഞാൻ പറഞ്ഞു കേട്ടാ ഈ വർത്താനം നിർത്തിക്കോളാൻ. വാ ശ്രേയ, നമുക്ക് പോവാം. അതെ വന്നാതും. അന്നേ ഞാൻ പോട്ടെ മിയ, നാളെ സ്കൂളിൽ വന്നോട്ടോ. ഞാൻ എന്തായാലും വരാടി, നീ വന്നാ മതി. ഞാൻ എന്തായാലും വരും. പോയാലോ? വാ കേറിടോ. താനെന്താ അവിടെ തന്നെ നിൽക്കണേ? ഒന്നുമില്ല, ഞാൻ കേറാൻ വന്നിരുന്നു. ദൈവമേ, ഞാൻ എന്തിനാ അവൻ നോക്കുമ്പോ ഏതേരോ ഈ വിളിച്ചോണ്ടിരിക്കണേ? എനിക്കെന്താ വല്ല വട്ടുണ്ടോ? ഇനിയെങ്ങാനും എനിക്ക് അവനോട് ഇഷ്ടമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഞാൻ എന്തിനാ വെറുതെ ഓരോന്നും ചിന്തിച്ചു കൂട്ടണേ? ബൈ ആദം, ഞാൻ പോട്ടെ. ശ്രേയ ശ്രേയ നിന്നെ. എന്താ ആദം? അത് പിന്നെ അത് എന്താ കാര്യമൊന്ന് പറ. അന്ന് എൻ്റെ ഫുഡിൽ പാറ്റ വീണില്ലേ, അപ്പോൾ നീ എനിക്ക് ഫുഡ് തന്നില്ലേ, അതിന് താങ്ക്സ് പറയാൻ. അത് കൊള്ളാലോ, അത് അന്ന് നടന്ന സംഭവം. അത് മാത്രല്ല, നീ എനിക്ക് അന്ന് താങ്ക്സും പറഞ്ഞാണല്ലോ, പിന്നെന്താ ഇപ്പൊ പറയണേ? ഒന്നുമില്ല, നീ പോയിക്കോ, കുഴപ്പമില്ല. എന്നാ ഞാൻ പോവാ. ബൈ ബൈ. ഞാൻ എന്തൊരു മണ്ടനാണ്. എനിക്ക് ഒന്നിനും ധൈര്യമില്ല. ഒരു കുന്തോ നേരിട്ട് പോയി പറയാൻ എനിക്ക് ഒന്നിനും ധൈര്യമില്ല. മണ്ടൻ. നല്ലൊരു അവസരം കിട്ടിയതായിരുന്നു, അതും ഞാൻ മുടക്കി. ഇനി ഞാൻ എങ്ങനെ പറയും? നോക്കിക്കോ, നാളെ സ്കൂളിൽ വെച്ച് ഞാൻ എന്തായാലും അവളുടെ അടുത്ത് പറഞ്ഞിരിക്കും. ഉറപ്പ്. ദൈവമേ, ഇനി നാളെ ഇതേപോലെ ഓരോന്നും പറഞ്ഞ് ഇനി പറയാണ്ട് വരല്ലേ. ആന്റി, ശ്രേയമോൾ വന്നല്ലോ. ഈ മിയ ഇത് എവിടെ പോയി കിടക്കാ? കേറി വാ മോളെ. മിയ എവിടെ ആന്റി? അവൾ ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കാ മോളെ, ഇപ്പൊ വരും. നീ ഇവിടെ ഇരിക്കി. വേണ്ട ആന്റി, ഞാൻ ഇവിടെ നിന്നോളാം. അന്ന് ഇവിടെ നിൽക്കുക ആന്റി. മിയനെ വിളിച്ചിട്ട് വരാട്ടോ. എന്റെ മിയ, എത്ര നേരം നീ റൂമിൽ കയറി വാതിൽ അടിച്ചിരിക്കണേ? ഒന്ന് ഇറങ്ങുന്നുണ്ടാത്തേ? ശ്രേയ വന്നേക്കുന്നു. ശ്രേയ വന്നോ? നിക്കമ്മേ, ഞാൻ ഈ ബാഗ് ഒന്ന് എടുത്തോട്ടെ. തന്നെ അവളിപ്പോ വരൂട്ടോ മോളെ. വേഗം ചെല്ലാ കൊച്ചു. എത്ര നേരം എന്നറിയോ നിക്കണേ. ഞാൻ പോട്ടോ. ബൈ. എടി, ഇന്നലെ എന്ത് പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നില്ലേ, ഞാനും ആദമും. അപ്പൊ ഇല്ല, എന്നെ വീട്ടിലിറക്കിയിട്ടേ അവൻ തിരിച്ചു വിളിച്ചെന്നെ. എന്നിട്ട് കൊറേ വിക്കേക്ക് അത് എന്നൊക്കെ പറഞ്ഞു. അവൻ എന്താ പറയാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? ഓ എന്റെ പൊന്നോ, ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ എന്നെ ഇവിടെ ഇട്ട് തല്ലിക്കൊല്ലും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതാ നല്ലത്. അതൊക്കെ പോട്ടെ, നീ ബാക്കി പറ. എന്നിട്ട് കൊറേ വിക്കിയിട്ട് പറയാ അവന്റെ ഫുഡിലൊന്നും പാറ്റ വീണില്ല, അപ്പൊ ഞാൻ അവന് ഫുഡ് ഷെയർ ചെയ്ത് കൊടുത്തില്ലേ, അതിന് താങ്ക്സ് എന്ന്. അവൻ പക്ഷെ പറയാൻ വന്നത് വേറെന്തോ ആണ്. മിയ, എന്നിട്ട് ബാക്കി പറഞ്ഞേ. അയ്യോ, ഇവക്കിത് പോകുമ്പോഴൊക്കെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഇപ്പൊ താഴെ കിടന്നേനെ. എന്റെ പൊന്നാദമേ, നീ എന്തോരം നേരം ഈ കുന്തം പോലെ ഇവിടെ വന്ന് നിൽക്കണേ? എന്തിനു വേണ്ടിയിട്ടാണെന്ന് എന്റെ അടുത്തൊന്ന് പറഞ്ഞൂടെ? അതൊക്കെ ശരിക്കും നീ കണ്ണുകൊണ്ട് കണ്ടേച്ചാ മതി. എന്റെ കാല് വേദനിക്കുന്നു, ഞാൻ പോവാ. അപ്പൊ കണ്ടല്ലോ. ഓ ആദ്യം വന്നിട്ടുണ്ടെന്നോ? എന്ത് ശ്രേയ? നീ എന്താടാ ശ്രേയനോട് പറയാൻ പോണേ? അത് തൽക്കാലത്തേക്ക് മോൻ അറിയണ്ട കേട്ടോ. ശ്രേയ, അത് പിന്നെ ഷോ അവളുടെ മൂഡ് പോയി. ഇനി പറഞ്ഞാ ശരിയാവൂല. ആദം, നീ എന്താ പറയുന്നേന്ന് വെച്ചാ പറ. അത് പിന്നെ എനിക്ക് നിന്നെ ഇഷ്ടാണ്. എന്ത്?